Welcome to English class. Today I am going to teach you English of a standard 6 section 1, a journey through the desert. That is the part 3 of that lesson. Do you remember the story of Ram and Gopal? And do you remember the interest of hearing the stories? And the madam told them interesting stories. Then after so many years, the madam again met this Ram. Then after this, what happened? Then, and didn't from the ocean of stories is my heart. I had told them a few. No, I don't remember. നിങ്ങൾ ഒരുപാട് സ്റ്റോറീസ് പറഞ്ഞു തന്നില്ലേ? അതിൽ കുറച്ചെണ്ണം ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്. He sat down opposite me, he closed his eyes and started telling his own story. Then the Ram sit there opposite the madam and he started to tell his own story. Madam, our life was very difficult. You are aware of it. The only thing we looked forward was to visit every Saturday when we could listen to your stories. അതായത് ഞങ്ങളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരേ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്, സാറ്റർഡേയിലോ എന്താണ് നിങ്ങൾ വരും, ഞങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞു തരും. അത് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ രസകരമായിട്ടുണ്ടായിരുന്നു. സോ വി യൂസ് ടു സ്റ്റേ വിത്ത് അവർ അങ്കിൾ. വാട്ട് എവർ വി ഏൺഡ് ഹി വുഡ് ടേക്ക്. ദ സ്റ്റോറീസ് യു ടോൾഡ് us were only escape from the drudgery of their lives. അവർ വർക്കിംഗ് അവേഴ്സ് വെർ ലോങ്. ഞങ്ങൾ അങ്ങനെ അങ്കിളുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. പക്ഷേ എന്താണ്, യു ടോൾഡ് ദ സ്റ്റോറീസ് ഓൺലി ടു എസ്കേപ്പ് ദ ഡ്രഡ്ജറി ഓഫ് ലൈഫ്. ഡ്രഡ്ജറി മീൻസ് ഹാർഡ് ആൻഡ് ബോറിംഗ് വർക്ക്. ഞങ്ങളുടെ ജീവിതത്തിലെ ദുരിതമായിരുന്നു. ആ ദുരിതത്തിൽ നിന്നും ഒരാശ്വാസമായിരുന്നു നിങ്ങൾ പറഞ്ഞു തന്ന കഥകൾ. അതുമല്ല, ഞങ്ങൾക്ക് ജോലി സമയമാണെങ്കിൽ വളരെ കൂടുതലാണ്. I felt I go to school and continue my studies, but the night schools were all quite far from where we stayed. അപ്പം സ്കൂൾ വിദ്യാഭ്യാസം നിലച്ചല്ലോ. അപ്പം വീണ്ടും പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. രാത്രിയിൽ സ്കൂളിൽ പോകണം എന്ന് ആഗ്രഹിച്ചു. പക്ഷേ നൈറ്റ് സ്കൂളെല്ലാം ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരുപാട് അകലെയായിരുന്നു. വിത്ത് നോ ഫിനാൻഷ്യൽ ഹെൽപ്പ് or support from home, it seemed studying would always remain a dream until we heard one of your stories. അപ്പോൾ എന്താണ്, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പഠനം എന്നത് ഞങ്ങൾക്ക് ഒരു സ്വപ്നം പോലെ ഞങ്ങൾ കരുതിയുള്ളൂ. ഇറ്റ് മെയ്ഡ് എ ബിഗ് ഡിഫറൻസ് ഓഫ് അവർ ലൈഫ്സ്. അപ്പോൾ എന്താണ്, നിങ്ങൾ പറഞ്ഞ കഥകൾ പോലെ ജീവിതം വളരെ വ്യത്യസ്തമായിരുന്നു. നൗ ഐ വാസ് keen to know what happened next. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു കേട്ടിരിക്കാം, ഇനി രാമൻ്റെ ജീവിതത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്. Tell me which story was the roles had got reversed. I was listener and the storyteller. നീ പറഞ്ഞേ, നീ എൻ്റെ ഏത് കഥയാണ് നിങ്ങളെ സ്വാധീനിച്ചത്? The roles had got reversed. നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചത്. അതായത് റിവേഴ്സ് ഹിയർ മീൻസ് changed completely so that they were opposite of what they had been before. ഞങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം. ആൻഡ് once there was many poor people in a village. They all wanted to cross the desert to go to town where life was better and future more promising. Many boys wanted to go. The elders in the villages had told them, if you want to do something in life, you must go to the town. അപ്പോൾ എന്താണ്, ഏത് കഥയാണ് എന്നെ സ്വാധീനിച്ചത്? അതായത് ഒരു വില്ലേജിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർക്കെല്ലാം അത് പ്രത്യേകിച്ച് ബോയ്സിന് പുറത്തേക്ക് ജോലി തേടി അല്ലെങ്കിൽ ടൗണിൽ പോകണമായിരുന്നു. അപ്പം മുതിർന്നവരെല്ലാം അവരോട് പറഞ്ഞു, എന്താണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ നിങ്ങൾ ഇവിടെ ചെല്ലണം, ടൗണിൽ ചെല്ലണം. ആൻഡ് പിക്കപ്പ് സ്റ്റോൺസ് ഫ്രം ദ ഡെസേർട്ട് ആൻഡ് ക്യാരി ദാറ്റ് ടൗൺ. എന്ത് ചെയ്യുക, നിങ്ങൾ ഡെസേർട്ടിൽ ചെന്നിട്ട് കല്ലുകൾ ശേഖരിക്കുക, അത് കൊണ്ടുവന്ന് എവിടെ കൊടുക്കുക, ടൗണിൽ കൊണ്ടു കൊടുക്കുക. സം ബയേഴ്സ് അതർ വിൽ പേ യു ഫോർ ദ റെയർ സ്റ്റോൺസ്. അതായത് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്നത് അപൂർവമായ കല്ലുകളായിരിക്കണം. വൺ മോർണിംഗ് ടു ബോയ്സ് സ്റ്റാർട്ടഡ് ഓൺ ദെയർ ജേർണി. ആ കഥയിൽ പ്രകാരം രണ്ട് കുട്ടികൾ തങ്ങളുടെ യാത്ര തുടങ്ങി. എങ്ങോട്ടാ? ടൗണിലേക്ക്. ദേ ക്യാരിഡ് ഫുഡ് ആൻഡ് വാട്ടർ വിത്ത് ദം. ഇൻ ദ ബിഗിനിങ് ദ സാൻഡ് വാസ് സ്റ്റിൽ കൂൾ ആൻഡ് ദ സൺ നോട്ട് യെറ്റ് ഹോട്ട്. അപ്പോൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി. ക്യാരി എന്തൊക്കെയാ, ഫുഡും വാട്ടറും ഒക്കെ കൊണ്ടുപോയി. ആദ്യത്തെ യാത്ര നല്ല സുഖകരമായി. They did not feel tired and strode on. After some time the sun rose over their heads and
started to get hot. അപ്പോൾ യാത്ര തുടങ്ങിയത് സുഖകരമായിരുന്നു. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ സൂര്യൻ്റെ ചൂട് കൂടാൻ തുടങ്ങി. യാത്ര ദുസ്സഹമായിരുന്നു. ആൻഡ് സോ ദേ ate up all their food and drank the water. അപ്പോൾ കയ്യിൽ ശേഖരിച്ച ആഹാരം കഴിക്കാൻ തുടങ്ങി, വെള്ളവും കുടിച്ചു. ബട്ട് സൂൺ ദേ റിയലൈസ്ഡ് ദേ ഹാഡ് വോക്ക്ഡ് ഓൺലി ദി ഹാഫ് വേ. അപ്പം ആഹാരം വെള്ളം എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് യാത്രയുടെ പകുതിയേ ആയിട്ടുള്ളൂ. They began collecting stones to sell in the town. And after a while their bags were full of stones and very heavy. അപ്പോൾ എന്ത് ചെയ്തു? സ്റ്റോൺ കളക്ട് ചെയ്യാനല്ലേ പോയത്. പോയ വഴിക്കെല്ലാം കിട്ടാവുന്നതെല്ലാം സെലക്ട് ചെയ്തു. ബാഗ് നിറഞ്ഞു. ബാഗിന് ഭയങ്കര ഭാരമായി. One boy felt it was too heavy to carry, so threw away stones and decided to go back. അപ്പോൾ ഒരു കുട്ടി ഓർത്തു, ഇത്രയും ഭാരം വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പാടാണ്, അതുകൊണ്ട് ഈ കല്ലുകളെല്ലാം വഴിയിലെറിഞ്ഞു തിരിച്ച്. The other boy said, let us do what our elders told us to do. നമ്മുടെ മുതിർന്നവർ എന്താണ് പറഞ്ഞത്, അതുകൊണ്ട് മറ്റേ കുട്ടി പറഞ്ഞു, മുതിർന്നവർ പറയുന്നത് കേൾക്കണ്ടേ. Come watch me and let us cross the desert and go to the town. അതുകൊണ്ട് ഈ മരുഭൂമിയെല്ലാം കിടന്ന് നമുക്ക് ടൗണിൽ എങ്ങനെയെങ്കിലും എത്തണം. The first boy did not listen to and went back. ആദ്യത്തെ കുട്ടി എന്ത് ചെയ്തു? പറഞ്ഞൊന്നും കേട്ടില്ല. അത് അവൻ എന്ത് ചെയ്തു? തിരിച്ചു പോകും. The second boy continued to walk towards the town, and it was a difficult journey, collecting stones and traveling all alone with no water to drink. എന്ത് പറ്റി? രണ്ടാമത്തെ കുട്ടി വളരെ യാതനകൾ സഹിച്ച് യാത്ര തുടർന്നു. അപ്പം വെള്ളവും ഇല്ല, കഴിക്കാനും ഒന്നുമില്ല. At times he felt his friend was right. അപ്പോൾ അവൻ ഓർത്തു, അവൻ എൻ്റെ കൂട്ടുകാരൻ കാണിച്ചതായിരുന്നു നല്ലത്, ഞാനും തിരികെ പോകേണ്ടതായിരുന്നു. There was no guarantee that somebody would buy this stone. ഇത്രയും ഭാരം വഹിച്ചുകൊണ്ട് ഞാൻ ടൗണിൽ ചെല്ലുമ്പോൾ ഇത് ആരെങ്കിലും വാങ്ങിക്കുമോ? അവന് സംശയമായി രണ്ടാമത്തെ കുട്ടിക്ക്. But faith and hope kept him going. After walking for a long and he reached the town. പക്ഷേ അവന് വിശ്വാസം അവനെ കൈവിട്ടില്ല. എങ്കിലും രക്ഷപ്പെടുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ പ്രയത്നിച്ച് അവൻ എവിടെ ചെന്നു? ടൗണിൽ ചെന്നു. Much to his disappointment, he saw that it was like any other town. There was a ധർമ്മശാല nearby. അവിടെ ചെന്നപ്പോൾ എന്നാണ്? നിരാശ ഒന്നും തോന്നിയില്ല, എല്ലാ ടൗണിലെ പോലെ തന്നെ. There was a ധർമ്മശാല nearby. ധർമ്മശാല means a place where people can eat and stay free of cost. ഫ്രീ ആയിട്ട് ഭക്ഷണവും താമസവും നൽകുന്ന സ്ഥലമാണ് ഏത്? ധർമ്മശാല. ആൻഡ് അവനവിടെ ചെന്നു. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് ആൻഡ് ഹി വാസ് ടയേർഡ്, സോ ഹി ഡിസൈഡ് ടു സ്പെൻഡ് ദ നൈറ്റ് ദർ. അത് എന്ത് ചെയ്തു? രാത്രിയിലെ ധർമ്മശാലയിൽ കഴിഞ്ഞു. രാത്രിയായി തിരിച്ചെഞ്ഞി യാത്ര വലിയ പാടാണ്, അതുകൊണ്ട് രാത്രി ധർമ്മശാലയിൽ അവൻ തങ്ങാൻ തീരുമാനിച്ചു. നെക്സ്റ്റ് മോർണിംഗ് when he got up, he wanted to throw away the heavy stones and he recollected and returned to his village. അടുത്ത ദിവസം എഴുന്നേറ്റപ്പോൾ അവൻ ഓർത്തു, ഈ കല്ലുകളെല്ലാം കളഞ്ഞിട്ട് എൻ്റെ വില്ലേജിലേക്ക് തന്നെ പോകണം. He opened his bag. What he saw surprised him. All the stones had becoming big diamonds. പക്ഷേ അവൻ്റെ ബാഗ് തുറന്നു കഴിഞ്ഞപ്പോൾ അവൻ കണ്ട കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തി. ഈ ബാഗ് നിറം കല്ലുകൾക്ക് പകരം എന്തായിരുന്നു? ഡയമണ്ട് ആയിരുന്നു. In a moment he had become a millionaire. ഒരു നിമിഷം കൊണ്ട് അവൻ ഒരു കോടിപതി ആയി. Do you remember, madam? You also explained the meaning of the story. A student's life is like a desert. അതായത് നിങ്ങൾ കഥ പറഞ്ഞപ്പം ഇത് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കാരണം ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം ഏതുപോലെയാണ്? ഒരു ഡെസേർട്ട് പോലെയാണ്, മരുഭൂമി പോലെയാണ്. എക്സാമിനേഷൻസ് ആർ ലൈക്ക് എ ഹോട്ട് സൺ. അതായത് ചൂടാണ്, ചൂട് സൂര്യൻ്റെ ചൂടാണ് ഇവിടെ എന്ത്? എക്സാമിനേഷൻസ്. ഡിഫിക്കൽട്ടീസ് ആർ ലൈക്ക് എ ഹോട്ട് സാൻഡ്. അതിനകത്ത് ഒരുപാട് യാതനകളുണ്ട്. അതേതാണ്? അല്ലെങ്കിൽ ചുട്ടുകൊള്ളുന്ന മണലാണ് ഏത്? ഈ യാതനകൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ. ആൻഡ് സ്റ്റഡീസ് ലൈക്ക് എ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഹങ്കറും തേഴ്സ്റ്റും, എന്നാ വിശപ്പും ദാഹവും പോലെയാണ്. അതായത് എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ആസ് എ സ്റ്റുഡൻറ് യു ഹാവ് ട്രാവൽ ഓൾ അലോൺ കളക്ടിങ് നോളജ് ആൻഡ് സ്കിൽസ് ദ വേ ദ ബോയ് ഇൻ ദ സ്റ്റോറി കളക്ടഡ് സ്റ്റോൺസ്. അതുകൊണ്ട് ഒരു സ്റ്റുഡൻറ് എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുപാട് യാത്ര ചെയ്യുക. അതായത് വഴിയിലെല്ലാം എന്താണ്? നോളജ് സ്കിൽ അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കുക. ജീവിതമാകുന്ന യാത്രയിൽ കിട്ടാവുന്നത്ര അറിവ് സമ്പാദിക്കുക. അതാണ് കുട്ടികളായ നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് ദ മോർ യു കളക്ട് ദ ബെറ്റർ യുവർ ലൈഫ് വിൽ ബി. നിങ്ങൾ എത്രമാത്രം നോളജ് കളക്ട് ചെയ്യുന്നു അത്രയും നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. After hearing the story, I decided to study in spite of all odds.
with lots of determination and overcoming many difficulties, I managed to finish school. അപ്പോൾ ഇത് ഈ കഥ എന്നെ വളരെയധികം സ്വാധീനിച്ചു. ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു എന്തെല്ലാം യാതനകൾ ഉണ്ടായാലും ഞാൻ മുൻപോട്ട് പഠിക്കാൻ തീരുമാനിച്ചു. ദ സർവീസ് സ്റ്റേഷൻ ഓണർ വാസ് ഓൾസോ ഹെൽപ്ഫുൾ. ആരെന്നെ ഹെൽപ്പ് ചെയ്തു? പഴയ സർവീസ് സ്റ്റേഷൻ നടത്തിയ ഓണർ എന്നെ ഒത്തിരി സഹായിച്ചു. When I got good marks, he helped me to pay the fees of automobile diploma. അങ്ങനെ I take a automobile diploma. The fees was paid by the owner. I continued to work while I studied. Later, I took a bank loan and set up his garage. അപ്പോൾ വളരെ യാതനകൾ സഹിച്ച് ഞാൻ പഠിച്ചു. അവസാനം ഈ ഗാരേജ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ സർവീസ് സ്റ്റേഷൻ ഉണ്ടാക്കി ലോൺ എടുത്ത. My grace of God, I have been successful. I have repaid my loan. I am free person now. എന്നാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എടുത്ത ലോണെല്ലാം തിരിച്ചടയ്ക്കാൻ എനിക്ക് സഹായിച്ചു. ഞാനിപ്പോൾ ഒരു ഫ്രീ പേഴ്സൺ ആയിട്ട് ജീവിക്കുന്നു. Madam, rich people are usually scared to start a new venture. The field of venture fails and they will lose their money. Venture here means a business. അതായത് ഒരു ബിസിനസ് പോലെയത്. ചിലപ്പോൾ നമുക്ക് നല്ല ലാഭം കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടമായിരിക്കും. I never had anything loose. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഈ ബിസിനസ് എനിക്ക് ഒരു ദോഷവും വരുത്തിയില്ല. And I had learned this from my own experience. He was inspired by another story of yours. And ഇത് സ്റ്റോറി എന്നെ സ്വാധീനിച്ചു. പക്ഷേ what happened to Gopal? But he was inspired by another story. അവനെ മറ്റു കഥകൾ സ്വാധീനിച്ചു. And in another story you told, at the jackal in the desert, one morning he walked out, faced the sun. He noticed his shadow was larger than him, and it was so huge that he decided to hunt camel after his meal. അപ്പോൾ എന്താണ് അവനെ മറ്റൊരു കഥയാണ് സ്വാധീനിച്ചെന്ന് പറയുന്നത്. അതായത് രാവിലെ എഴുന്നേറ്റ് യാത്ര ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് യാത്ര ചെയ്യുമ്പോൾ വലിയ നമുക്ക് നിഴൽ നല്ല നീളം കൂടി. അപ്പോൾ അവൻ ആദ്യം രാവിലെ വിചാരിച്ചു ഇന്ന് എനിക്ക് വേട്ടയാടുന്ന ഒരു ക്യാമലിനെയാണ്. അത് ഉച്ചയ്ക്ക് ഭക്ഷണം ഒരു ക്യാമലിനെ കിട്ടണമെന്ന് അവൻ ആഗ്രഹിച്ചു. He spent the whole day for a camel. So he paid no attention to the small animal. ഇപ്പോൾ ക്യാമലിനെ ആഗ്രഹിച്ച് യാത്ര ചെയ്തു. പക്ഷേ വഴിയിലൊക്കെ ചെറിയ മൃഗങ്ങളൊക്കെ അവൻ്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അവൻ അതിനെ ശ്രദ്ധിച്ചതേയില്ല. It was evening, but he had not found a camel. സന്ധ്യയായി. അവന് ക്യാമലിനെ കിട്ടിയോ? ഇല്ല. But in his shadow was a smaller than him. He started hunting for a mouse. രാത്രിയായപ്പോഴത്തേന് വൈകുന്നേരമായപ്പോൾ നിഴലിന് നീളം കുറഞ്ഞു. അതുപോലെ തന്നെ അവൻ്റെ ആഗ്രഹവും കുറഞ്ഞു. എന്താണ് വൈകുന്നേരമായപ്പം വിശന്ന് കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ചു ഒരു മൗസിനെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക് തിന്നാൻ. ആൻഡ് ഗോപാൽ വാസ് ലൈക്ക് എ ജക്കോൾ. ജക്കോളിനെ പോലെയാണ് ഇവിടെ ഗോപാൽ. അദ്ദേഹം ഒരുപാട് വലുത് ആഗ്രഹിച്ചു, പക്ഷെങ്കിൽ കിട്ടിയതോ So, and he does not even want to work with me. ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യാൻ ക്ഷണിച്ചു. But he is a peon in an office. പക്ഷേ he did not like it. He was working as a peon in an office. And I was dumbstruck to hear the small stories I had about a dramatic change. ഞാൻ അങ്ങ് സ്തംഭിച്ച് നിന്നുപോയി. കാരണം ഞാൻ പറഞ്ഞ കഥകളെ വ്യക്തിയിൽ ഇത്രയും സ്വാധീനം ഉണ്ടാക്കുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. I am now not even an original writer of these stories. I could only silently salute a person who first thought up these stories. ഞാൻ എഴുതിയ കഥയല്ലെങ്കിലും ഈ കഥ എഴുതിയ ആളെ ഞാനൊന്ന് സല്യൂട്ട് ചെയ്തു പോയി. കാരണം ആ കഥ ഈ കുട്ടികളെ ഇതുപോലെ സ്വാധീനിച്ചു. Did he or she knew the effect they would have the two children after so many years? അതായത് ഒരു കഥ രണ്ട് കുട്ടികളെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ മാറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നോ? ഇല്ല. These are about our story. That lesson is over. You study it. Thank you.